നമസ്കാരം. പുതുവർഷത്തിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാവുമെന്ന മുന്നറിയിപ്പുമായി ഇരു രാജ്യങ്ങളിലെ തലവന്മാർ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഡിസംബറിൽ ഇരു രാജ്യങ്ങളുമായി നിരവധി പേർക്കാണ് മിസൈൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. 2022 ഫെബ്രുവരിയിലാണ് അയൽ രാജ്യമായ യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയത്. യുക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ അംഗമാക്കാനുള്ള നാറ്റോ ശക്തികളുടെ നീക്കമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ യുദ്ധത്തിലേക്ക് നയിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ പുറത്താക്കി തങ്ങൾക്കനുകൂലമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും അതുവഴി യുക്രൈനെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാനുമായിരുന്നു കീവ് ലക്ഷ്യമാക്കി മുന്നേറിയ റഷ്യൻ സൈന്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. എന്നാൽ യുക്രൈൻ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അധിനിവേശ പ്രതിരോധത്തിൽ ശക്തരെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന റഷ്യൻ സൈന്യം പകച്ചു പോകുന്നതാണ് പിന്നീട് കണ്ടത്. യുദ്ധമുഖത്ത് പലയിടത്തും ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന റഷ്യയുടെ സൈന്യം ഇപ്പോഴും യുക്രൈനിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. എപ്പോൾ അവസാനിക്കുമെന്നോ ഇതിൻ്റെയൊക്കെ ഫലം എന്താകുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധരംഗം. അതേസമയം 2024 ഇരു രാജ്യങ്ങളും തമ്മിലെ യുദ്ധം കടുക്കുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരുന്നു. കുറഞ്ഞത് 1 ദശലക്ഷം ഡ്രോണുകളെങ്കിലും നിർമ്മിക്കുമെന്നാണ് സെലൻസ്കി തൻ്റെ പുതുവത്സര സന്ദേശത്തിൽ ജനങ്ങളോടായി പറഞ്ഞത്. യുക്രൈനിലെ തെക്കൻ ഒഡേസയിലും റഷ്യൻ അധീനതയിലുള്ള ഡൊണക്സ് മേഖലയിലും നടന്ന ആക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ടതോടെ പുതുവത്സര ദിനത്തിൽ ഒറ്റ രാത്രി കൊണ്ട് വിവിധ ഇടങ്ങളിൽ കൂടുതൽ പോരാട്ടങ്ങളാണ് നടന്നത്. അടുത്ത വർഷം റഷ്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ തകർച്ച അവർക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് സെലൻസ്കി പറഞ്ഞു. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് പുടിനും പുതുവർഷ പ്രസംഗം നടത്തി സൈന്യത്തെ പ്രശംസിച്ചിരുന്നു. എന്നാൽ യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശം നടത്തിയിരുന്നുമില്ല. തൻ്റെ സൈനികരെ വീരന്മാർ, സത്യത്തിനായുള്ള പോരാട്ടത്തിൻ്റെ മുൻമുലയിൽ നിൽക്കുന്നവർ എന്നാണ് അദ്ദേഹം വാഴ്ത്തിയത്. കൂടാതെ പല റഷ്യക്കാരുടെയും പ്രധാന വിഷയമായ സാമ്പത്തിക പ്രശ്നങ്ങളും പരാമർശിച്ചു. 2024 കുടുംബത്തിൻ്റെ വർഷമായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം ചെയ്തു. അതേസമയം യുക്രൈനും യുദ്ധതന്ത്രങ്ങൾ മെനയുകയാണ്. 1 ദശലക്ഷം ഡ്രോണുകൾക്ക് പുറമെ യുക്രൈൻ്റെ പാശ്ചാത്യ പങ്കാളികൾ F-16 യുദ്ധവിമാനങ്ങളും തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് സെലൻസ്കി അവകാശമുന്നയിച്ചത്. തങ്ങളുടെ പൈലറ്റുമാർ ഇതിനകം F-16 ജെറ്റുകളിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. തങ്ങളുടെ ആകാശത്ത് ഞങ്ങൾ തീർച്ചയായും അവ കാണും. നമ്മുടെ യഥാർത്ഥ ക്രോധം എന്താണെന്ന് നമ്മുടെ ശത്രുക്കൾക്ക് തീർച്ചയായും കാണാൻ കഴിയും, സെലൻസ്കി പറഞ്ഞു. ശീതയുദ്ധാനന്തരം ആയുധശേഷി കൊണ്ടും സൈനിക ശേഷി കൊണ്ടും ഇപ്പോഴും ലോകത്ത് ശക്തമായ രാജ്യങ്ങൾ ഒന്നു തന്നെയാണ് റഷ്യ എന്ന് വിലയിരുത്തുകളെല്ലാം സംശയത്തിലാക്കിയിരിക്കുകയാണ്. പൊതുവെ ദുർബലമായ യുക്രൈൻ സൈന്യത്തിന് മുന്നിൽ റഷ്യൻ സൈന്യത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ, എന്നാൽ പുടിൻ്റെ യുദ്ധതന്ത്രങ്ങളും നീക്കങ്ങളും അറിയാവുന്ന വിദേശ രാജ്യതലവന്മാർ 2024 സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.